നമസ്കാരം. ചിരിക്കാത്ത മന്ത്രിമാർ പോയിട്ട് ചിരിക്കുന്ന മന്ത്രിമാർ വന്നു എന്നാണല്ലോ ഒരു പൊതു പ്രചരണം. അങ്ങനെ സർവ്വസമയവും ചിരിച്ചുകൊണ്ട് നടക്കുന്ന മന്ത്രിമാരെ കുറിച്ച് UDF പാളയത്തിൽ നിന്ന് തന്നെ ഒരു അഭിപ്രായം വന്നിട്ടുണ്ട്. ശ്രദ്ധിക്കുക. ജി സുധാകരനോട് ഈ ചോദ്യം വന്നപ്പോൾ വല്ലാതെ ചിരിച്ചുകൊണ്ട് നടക്കുന്നവരെ കുറിച്ച് അദ്ദേഹം ഒരു അഭിപ്രായവും ഒരു മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. പാർട്ടിയുടെ നിലവിലെ നേതാക്കന്മാർക്ക് സാധാരണക്കാരെ കണ്ട ചിരിക്കാൻ പോലും മടിയാണ് എന്നുള്ള രീതിയിലുള്ള വിമർശനം. അല്ല, അതുകൊണ്ട് ചിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ചെല്ലു ചിരിക്കത്തില്ല. പക്ഷെ അതുകൊണ്ട് നല്ലവരല്ലെന്ന് പറയാൻ പറ്റില്ല. ഒരുപാട് ചിരിച്ച തോളൊക്കെ ഇടുന്നവരെ സൂക്ഷിക്കാൻ വേണം, രാഷ്ട്രീയക്കാരെ പ്രത്യേകിച്ച്. ആത്മാർത്ഥത കുറവായിരിക്കും. ഒരുപാട് ചിരിച്ച് തോളിക്കൈയിട്ടുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അവൻ ഉടായിപ്പാണെന്ന് മനസ്സിലാക്കിക്കൊള്ളുക. ഇത് ഒരു പൊതുവായിട്ടുള്ളൊരു തത്വമാണ്. ഈ ചിരിക്കുന്നവർ എന്ന് പറഞ്ഞാലോ മറ്റുള്ളവരുടെ പുറത്ത് തട്ടി ഒരു കെട്ടിപ്പിടുത്തം, ചിരി എന്നൊക്കെ പറഞ്ഞാൽ അത് ഒരു തരം സൈക്കോളജിക്കൽ ഇടപെടലാണെന്ന് നമ്മുടെ നാട്ടിൽ പലർക്കും അറിയില്ല. കാര്യം കുറെ കൂടി സിമ്പിളനാണെന്നും സൗമ്യനാണെന്നും ഒരാൾ കൃത്രിമമായി മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നതാണ്. പക്ഷേ നിങ്ങൾ ഈ ചിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നവർ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലായിക്കൊള്ളും. ഒരുപാട് ചിരിക്കുന്നുണ്ടോ? ആ ചിരി എന്ന് പറഞ്ഞാൽ അത് കാപട്യം നിറച്ച ചിരിയാണ്. ആ കാപട്യം നിറച്ച ചിരി അറിഞ്ഞുകൂടാത്തവരാണ് പലപ്പോഴും ജീവിതത്തിൽ പലതരം അബദ്ധങ്ങളിലും അപകടങ്ങളിലും ചതിക്കുഴികളിലും ചെന്ന് ചാടാറുള്ളത്. അതുകൊണ്ട് ചിരിക്കുന്നവരാണ് വേണ്ടത് എന്ന് പറയുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ചിരിച്ചുകൊണ്ട് അഭിനയിക്കുന്നവരാണ് നല്ലത് എന്ന് വിചാരിക്കുന്ന ഒരു പൊതുസമൂഹം, അല്ലെങ്കിൽ അങ്ങനെ ഒരു പൊതു തോന്നൽ നമ്മുടെ സമൂഹത്തിൻ്റെ ഇടയിൽ രൂപീകരിച്ചെടുക്കാൻ PR പണി കൊണ്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരാൾ സമൂഹത്തിൻ്റെ മുന്നിൽ കൃത്രിമമാവണം. അയാൾ റിയലായി പെരുമാറിയാൽ അയാൾ മോശക്കാരനാണ്, അയാൾ കൊള്ളരുതാത്തവനാണ്. പക്ഷേ ഒരാൾ ഉടായിപ്പായിട്ട് ചിരിച്ചും തലോടിയും കെട്ടിപ്പിടിച്ചൊക്കെ പെരുമാറുന്നതാണ് ഏറ്റവും നല്ല മനുഷ്യർ, സിമ്പിളൻ എന്നൊക്കെ വിചാരിക്കുന്നവർക്ക് വരും കാലങ്ങളിൽ കുറെ അനുഭവങ്ങൾ കിട്ടാൻ പോവുകയാണ്. എത്രത്തോളം ചിരിക്കുന്നുണ്ടോ അത്രത്തോളം ചതിക്കുന്നുണ്ടാവുമെന്ന് പലർക്കും അറിയില്ല. കാര്യം ഒരു വ്യക്തി രൂപപ്പെടുന്ന അനുസരിച്ചായിരിക്കും അയാളുടെ ശരീരഭാഷ, അയാളുടെ പ്രതികരണങ്ങൾ. ചിലപ്പോൾ ചിരിക്കുക എന്ന് പറയുന്നത് എല്ലാവർക്കും കഴിയുന്ന ഒരു കാര്യവുമല്ല. പക്ഷേ ചിരിയാണ് ഈ ഒരു മനുഷ്യന് വേണ്ട ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറയുന്നത്. അതൊരു തരം തട്ടിപ്പാണ്. കാര്യം ഒരു വ്യക്തിയെ ഏൽപ്പിക്കുന്ന പ്രവൃത്തി എങ്ങനെ ചെയ്യുന്നു എന്നുള്ളതാണ്. ഓരോരുത്തർ വളരുന്ന സാഹചര്യങ്ങളിൽ, കാര്യം ഒരുപാട് ദുഃഖത്തിൽ നിന്ന് വളരുന്നവർക്ക് എല്ലായ്പ്പോഴും ചിരിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. കാര്യം അവരുടെ ജീവിതങ്ങൾ കണ്ടു വളരുമ്പോഴും അവർ പ്രവർത്തിച്ച മേഖലകൾ വെച്ചിട്ട് ചിരിക്കാൻ പറ്റുന്ന അധികം കാഴ്ചകൾ കണ്ടിട്ടുണ്ടാകില്ല. ഹൃദയം നുറങ്ങുന്ന കാഴ്ചകൾ കണ്ട് വളരുന്നവരുടെ മനസ്സ് ഗൗരവതരമാകും. ആ ഗൗരവതരമാകുമ്പോൾ അവർക്ക് മറ്റുള്ളവരുടെ മുന്നിൽ ഏതെങ്കിലും ഒരു പദവിയിലെത്തിയാൽ വെളുക്കെ ചിരിക്കാൻ പറ്റണമെന്നില്ല. പക്ഷേ അവരുടെ ഉള്ളിൽ നല്ലൊരു മനുഷ്യനുണ്ടാകും. അവർക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്ന സന്ദർഭങ്ങളിൽ ചിലപ്പോൾ ചിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൃത്രിമ ദുഃഖം അഭിനയിച്ചുകൊണ്ട് ഇരിക്കാൻ അറിയില്ലായിരിക്കും. പക്ഷേ നിങ്ങൾ പറയുന്ന വാചകങ്ങളുടെ അർത്ഥവും ഗ്രാവിറ്റിയും അവർക്ക് മനസ്സിലാകുന്നുണ്ടാകും. പക്ഷേ നമ്മുടെ സമൂഹം എന്തുകൊണ്ടോ ഈ കൃത്രിമങ്ങളെയാണ് കൂടുതൽ കണ്ണടച്ച് വിശ്വസിക്കാറുള്ളത്. അതുകൊണ്ടാണല്ലോ നമ്മുടെ നാട്ടിലെ UDFകാർ കൂടുതൽ റീൽസിനെ ആശ്രയിക്കുന്നത്. അവരെന്ന കൃത്രിമത്തെ മറച്ചു വയ്ക്കാൻ അവർ റീൽസുകളിലൂടെ ഹീറോയിസ്റ്റിക് പരിവേഷങ്ങളിൽ നമ്മുടെ സമൂഹത്തിന്റെ മുന്നിൽ ചിരിച്ചു കൊണ്ടുവരുന്നു. ആ ചിരിച്ചു കൊണ്ടുവരുന്നവർ അപകടകാരികളാണെന്നും ആ ചിരിച്ചു കൊണ്ടുവരുന്നവർ കൂടെ നിന്ന് ചതിക്കുന്നവരാണെന്നും മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഇനിയും അവസരങ്ങൾ ഉണ്ടാകാൻ പോകുന്നതേ ഉള്ളൂ. നിങ്ങൾ വിചാരിക്കും പോലെ ചിരിക്കാതെ, ആവശ്യത്തിന് മാത്രം ചിരിച്ച് അനാവശ്യമായി ചിരിക്കാതെ, പറയേണ്ട കാര്യങ്ങൾ താൻ എന്ന വ്യക്തി എന്താണോ മാധ്യമങ്ങളുടെ മുന്നിൽ പോലും അത് മറച്ചു വയ്ക്കാതെ അയാൾ എന്താണോ അതായി തുറന്നു കാട്ടിയ സത്യസന്ധത ഈ നാട്ടിലെ ഏറ്റവും ഒരു മോശം പ്രവർത്തനമാണ്. അങ്ങനെ ആകരുത് മനുഷ്യർ എന്ന് പറയുന്നിടത്ത് ഈ ചിരിച്ചുകൊണ്ട് നടത്തുന്ന തട്ടിപ്പുകളും ചിരിച്ചുകൊണ്ട് നടത്തുന്ന ചതികളും ചിരിച്ചുകൊണ്ട് നടത്തുന്ന വഞ്ചനകളൊക്കെ നിങ്ങൾ ഇനി കാണാനും കേൾക്കാനും പോകുന്നതേ ഉള്ളൂ. അതിൻ്റെ ഒരു സാമ്പിളാണ് ജി സുധാകരൻ പറഞ്ഞു വെച്ച വാക്കുകളെന്ന് വളരെ കൃത്യമായി പറയേണ്ടി വരികയാണ്.